ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മൾ കെട്ടിപ്പടുക്കുന്ന പലതും, അത് പണമായാലും പദവിയായാലും, ഒരു തരം സുരക്ഷിതബോധം നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ്. ഈ സുരക്ഷിതബോധത്തിൽ നിന്നാണ് എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന ചിന്തയുണ്ടാകുന്നത്. കയ്യിൽ പണമുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകം നമ്മുടെ കീശയിലാണെന്ന്. ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ കരുതും നമുക്കെപ്പോഴും ഇതേ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന്. എന്നാൽ കാലം ഒന്നു തിരിയുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു വീഴ്ചയോ രോഗമോ നമ്മളെ കിടക്കയിലാക്കുമ്പോൾ, അതുവരെ നമ്മൾ കൊണ്ടു നടന്ന എല്ലാ ഗമയും ഒരു നിമിഷം കൊണ്ടില്ലാതാകും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരുന്ന ആ നിമിഷമുണ്ടല്ലോ, അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിനയപ്പെടൽ. തനിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ കഴിയാതെ വരുമ്പോൾ, സ്വന്തം വസ്ത്രം പോലും മറ്റൊരാൾ മാറ്റിത്തരേണ്ടി വരുമ്പോൾ, അവിടെ ഞാൻ എന്ന വ്യക്തി മരിക്കുകയാണ്. അവിടെ നമ്മൾ വെറും ഒരു ശരീരം മാത്രമായി മാറുന്നു. സാമ്പത്തിക കാര്യവും ഇതുപോലെ തന്നെ. പണത്തിന്റെ ഹുങ്കിൽ ആരെയും വിലവയ്ക്കാതെ നടന്നവർ ഒടുവിൽ നിത്യവൃത്തിക്ക് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ അവരുടെ വാക്കുകളിലെ കാർക്കശ്യം മാറി വിനയം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ നിസ്സഹായാവസ്ഥ വരുന്നതുവരെ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നത് പ്രകൃതി നിയമമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും മറ്റാരോ വിത്തിട്ട്, മറ്റാരോ വിളവെടുത്തു എത്തിച്ചതാണ്. എന്നിട്ടും നമ്മുടെ മനസ്സിലെ ഞാൻ എന്ന ഭാവം ഇതൊന്നും കാണാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അധികാരത്തിലിരിക്കുമ്പോൾ ആളുകളോട് മോശമായി പെരുമാറുന്നവർ പദവി നഷ്ടപ്പെടുമ്പോൾ നേരിടുന്ന ഏകാന്തത ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് സമ്പത്ത് വാരിക്കൂട്ടുകയും ഒടുവിൽ ആ മക്കളുടെ തന്നെ കാരുണ്യത്തിനു വേണ്ടി കാത്തുനിൽക്കേണ്ടി വരികയും ചെയ്യുന്ന മാതാപിതാക്കളുടെ അവസ്ഥ. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞാൻ ഭാവം തികച്ചും താൽക്കാലികമാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമ്മളെ എത്തിക്കേണ്ടത് വിനയത്തിലേക്കാണ്. കരുത്തും സമ്പത്തും ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. തളർന്നു വീഴുമ്പോൾ എല്ലാവരും വിനയമുള്ളവരാകും. പക്ഷേ നടക്കാൻ കരുത്തുള്ളപ്പോൾ വിനയം കാണിക്കുന്നവനാണ് വലിയ മനുഷ്യൻ.